എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അപ്പോൾ കണ്ണൻകുട്ടിയുടെ മുഖത്ത് ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ കണ്ണൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ യാത്ര പോകുന്നത്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊടകരയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കണ്ണൻകുട്ടിക്കും കല്യാണിക്കുട്ടിക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്, ഓണക്കോടി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്നില്ല കേട്ടോ, നമ്മളുടെ കളക്ഷൻസിൽ നിന്ന് തന്നെ ഏതെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. കണ്ണൻ്റെ പെൻഷൻ്റെ മസ്റ്ററിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ അധികം സമയം പോയിട്ടോ, അക്ഷയയിലും അതുപോലെ മസ്റ്ററിങ് കിട്ടിയില്ല, ഫെയിൽഡ് ആണായത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് പഞ്ചായത്തിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അക്ഷയയിലൊക്കെ കണ്ണൻ്റെ ഫാൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങൾക്ക് അധികം നേരമൊന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് വാങ്ങാൻ കയറിയപ്പോഴാണ് ഞാൻ കണ്ണൻകുട്ടിക്ക് ഒരു ഷൂസ് വാങ്ങിയാലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ആദ്യം ഇട്ട് നോക്കിയത് നല്ല ലൂസായിരുന്നു, അതുകൊണ്ട് തന്നെ വേറെ ഒരെണ്ണമാണ്, ഒരു പിങ്ക് കളറാണ് കേട്ടോ നമ്മൾ പിന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ അവനത് ഭയങ്കര സന്തോഷമായിട്ട്, ആൾക്ക് ഭയങ്കര ഗമ്മിയായി ഷൂ ഒക്കെ വാങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത്. കല്യാണിക്കുട്ടിനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ, കല്യാണിക്ക് സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ കല്യാണിയൊക്കെ എത്തുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണെങ്കിൽ ഭയങ്കര ഗമ കാണിച്ച് കിടക്കായിരുന്നു കേട്ടോ. ആ ഷൂസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവനങ്ങനെ സന്തോഷത്തോടു കൂടെ കിടക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ അവൻ്റെ സ്പ്ലിൻറ്റും കേട്ടൊന്നും ഇടാൻ എന്തായാലും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ കാലിൻ്റെ പാദം എങ്ങനെയെങ്കിലും നിവർന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഷൂസ് വാങ്ങി കൊടുത്തത്. ആദ്യമൊക്കെ അവൻ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഷൂസൊക്കെ ഇടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും ഈ ഷൂവും ഒക്കെ കൂടെ ഞാൻ എടുക്കണ്ടേ, ആ വെയിറ്റൊക്കെ എനിക്ക് താങ്ങാൻ പറ്റാണ്ടാകുമ്പോഴാണ്, അങ്ങനെയാണ് ഞാൻ ആ ഷൂസ് ഇടിക്കുന്ന കാര്യമൊക്കെ വേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.